ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പെർമ്യൂട്ടേഷൻ ഈസ് എ 1-to-1 ഫംഗ്ഷൻ, 1-to-1 on-to functions from a non-empty set A to A itself. ആൻഡ് നമ്മളതിൻ്റെ ഓർബിറ്റ്സ് എന്നുള്ള കൺസെപ്റ്റായിരുന്നു ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത്. ഓർബിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് സിഗ്മ ഈസ് എ പെർമ്യൂട്ടേഷൻ then the equivalence class in A determined by the relation A equivalent B if and only if B equal to sigma raised to n of A for some n element of Z. എന്നുവെച്ചാൽ ഇപ്പോൾ കുറേ റിപ്പീറ്റഡ് ആയിട്ട് ഒരു എലമെൻറ്റിൽ സിഗ്മയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്താണ് അതിൻ്റെ ഓർബിറ്റ്സ്. ഇപ്പോൾ സിഗ്മ ഓഫ് 1 കാണാനായിട്ട് സിഗ്മ ഓഫ് 1, സിഗ്മ സ്ക്വയർ ഓഫ് 1, സിഗ്മ ക്യൂബ് ഓഫ് 1 അങ്ങനെ ചെയ്ത് കിട്ടുന്നതാണ് 1ൻ്റെ ഓർബിറ്റ്. അതുപോലെ 2ന് ഓർബിറ്റ് ഉണ്ട്, 3യുടെ ഓർബിറ്റ് ഉണ്ട്. ചിലപ്പോൾ ചില ഓർബിറ്റ്സ് സെയിം ആയിട്ട് വരും. 1ൻ്റെ ഓർബിറ്റ് തന്നെയായിരിക്കും ചിലപ്പോൾ 2ന് വരിക. അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു. പിന്നെ പഠിച്ച കൺസെപ്റ്റാണ് സൈക്കിൾ. സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു പെർമ്യൂട്ടേഷൻ ഉണ്ട്. വി ഹാവ് എ പെർമ്യൂട്ടേഷൻ സിഗ്മ എലമെന്റ് ഓഫ് Sn and it has at most one orbit containing more than one element. മാക്സിമം ഒരു ഓർബിറ്റേ പാടുള്ളൂ. ആ ഓർബിറ്റിൽ ചിലപ്പോൾ സിംഗിൾ എലമെൻ്റുള്ള ഓർബിറ്റുകൾ ഉണ്ടാകും. പക്ഷേ ഒരു വൺ ഓർബിറ്റ്, അറ്റ് മോസ്റ്റ് വൺ ഓർബിറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ എലമെൻറ്റ്. അതായത് നമുക്ക് ആ റെപ്രസെൻറ്റേഷനെ ഒരൊറ്റ ഓർബിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് അടുത്ത എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇനിയുള്ള കൺസെപ്റ്റാണ് പ്രോഡക്റ്റ് ഓഫ് സൈക്കിൾസ്. നമ്മൾ നേരത്തെ കണ്ട പ്രോഡക്റ്റ് ഓഫ് പെർമ്യൂട്ടേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഫസ്റ്റ് പ്രോബ്ലം. ഫസ്റ്റ് നമ്മളിതിൽ കാണിക്കുന്നത് ദ ഫസ്റ്റ് കൺസെപ്റ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് സൈക്കിൾസ് മേ ഓർ മേ നോട്ട് ബി എ സൈക്കിൾ. കൺസിഡർ ദ എക്സാമ്പിൾ 1, 3, 6, 2, 6. നമ്മൾ 1, 3, 6 എഴുതുന്നത് നമ്മൾ ഇൻ S6 ആണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നതല്ല, ഇൻ S6ലാണ്. 1, 3, 6, 2, 6. 1, 2, 3, 4, 5, 6 ഉണ്ടാവും. പിന്നെ വരുന്ന എലമെന്റ് 1 goes to 3, 3 goes to 6, 6 goes to 1. അതാണ് 1, 3, 6 എന്ന് വെച്ചാൽ. ബാക്കിയുള്ള എലമെന്റ്സ് അത് തന്നെ 4, 5. അടുത്തതിൽ 1, 2, 3, 4, 5, 6. അടുത്ത എലമെന്റ് വരുന്നത് 2 goes to 6, 6 goes to 2. ബാക്കിയുള്ള എലമെന്റ് എല്ലാം അത് തന്നെ. വിച്ച് ഇസ് ഈക്വൽ ടു നമ്മളതിൻ്റെ പ്രോഡക്റ്റ് ആണ് 1. ഇവിടുന്ന് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് വേണം ചെയ്യാനായിട്ട്. 1 goes to 1, ഹിയർ 1 goes to 3. 2 goes to 6, 6 goes to 1. 3 goes to 3, 3 goes to 6. 4 goes to 4, 4 goes to 4. 5 goes to 5, 5 goes to 5. 6 goes to 2, 2 goes to 2. അപ്പോൾ ഇതാണ് സൈക്കിള്. നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് കിട്ടിയത്. വിച്ച് ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ ഇതിനെ നോക്കുവാണെങ്കിൽ 1, 3, 6, 2 ഇങ്ങനെ ഇതിനെ എഴുതാൻ പറ്റും. 1 goes to 3, 3 goes to 6, 6 goes to 2, 2 goes to 1. ബാക്കി രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു സൈക്കിളായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിളായിട്ട് 1, 3, 6, 2, 4 നോക്കുവാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6. 1 goes to 3, 3 goes to 6, 6 goes to 1. ബാക്കിയുള്ള എലമെന്റ് 2, 4, 5. അടുത്തത് 1, 2, 3, 4, 5, 6. 2 goes to 4, 4 goes to 2. ബാക്കിയുള്ള 1, 3, 5, 6 ഇതാണ് വരുന്നതെങ്കിൽ 1 goes, നമ്മളത് ഫസ്റ്റ് റോ 1, 2, 3, 4, 5, 6. 1 goes to 1, 2 goes to 4. 1 goes to 1, here 1 goes to 3. 2 goes to 4, 4 goes to 4 തന്നെ. 3 goes to 3, 3 goes to 6. 4 goes to 2, 2 goes to 2. 5 goes to 5, 5 goes to 5.
6 goes to 6 here, 6 goes to 1. So this is നമ്മളിപ്പോൾ ഇതിൻ്റെ ഓർബിറ്റ് എഴുതുവാണ്, ഓർബിറ്റ് ഓഫ് 1 എഴുതാൻ വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ 1 3 1 goes to 3, 3 goes to 6, 6 goes to ഇപ്പോൾ ഏത് 2 4 അല്ലേ ചെയ്തത്. ഓക്കെ 1 3 6 orbit of 1 is 1 3 6 and orbit of 2 is 2 4 and orbit of ഇതിലില്ലാത്ത 5, the singleton set 5. ഇതിൽ 3 ഓർബിറ്റ്സ് വന്നു. സൈക്കിളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് at most one orbit contain more than one element. Here orbit of 1 3 element ഉണ്ട്, orbit of 2 2 element ഉണ്ട്. So the product is not a cycle, is not a cycle since it contains, since the orbits of it contains 2 orbits with more than one element. More than one element. Next we have a theorem. That theorem is every permutation sigma of a finite set is a product of disjoint cycles. It's an important theorem. This is the statement, every permutation is a, we can find it is a product of disjoint cycles. So let A be a non-empty set. For the proof, take a non-empty set A and define a permutation sigma of A, sigma be a permutation of A, and let B1, B2, B3 etc. are the orbits of sigma. Then A is equal to, നമുക്ക് orbits കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് B1 union B2 union etc. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സെറ്റ് A കിട്ടും. And the intersection of BI and BJ equal to 5. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിൽ നോക്കുവാണെങ്കിൽ this is a permutation, sigma is equal to 1 2 3 4 5 6 7 8 5 6 2 4 4 8 3 1 7. നമ്മളിപ്പോൾ 1ൻ്റെ ഓർബിറ്റ് കാണുവാണെങ്കിൽ ഓർബിറ്റ്സ് ഓഫ് 1 is 1 goes to 5, 5 goes to 8, 8 goes to 7 and 7 goes to 1. അപ്പോൾ അങ്ങനെ ഒരു സൈക്കിൾ വരും. അപ്പോൾ ഓർബിറ്റ്സ് ഓഫ് 1 is equal to 1 5 8 7 and orbits of 2, 2 goes to 6, 6 goes to 3 and 3 goes to 2, 2 6 3 ആണ് orbits of 2 and the orbits of 4 is 4. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സിഗ്മയുടെ 3 ഓർബിറ്റ്സ് കിട്ടി. അപ്പോൾ ഇതിൽ നമ്മുടെ തീരത്തിലുള്ള B1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1587 ആണ്, B2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 632, B3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4. ഇതിൽ 3 ഓർബിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം യൂണിയൻ എടുത്തു കഴിയുമ്പോൾ we will get the full permutation sigma and the intersection of these two permutations is, these two orbits is 5. There is no common time for that. ഇതാണ് നമ്മൾ ആ തീരത്തിൽ പറഞ്ഞത്. Now we define for each I is equal to 1 2 etc. r, define mu I of x is equal to sigma of x if mu I of x is equal to sigma of x if x element of Bi equal to 0 otherwise. So in our example B1 is equal to orbits of 1 and B2 is equal to orbits of 2, B3 is equal to orbits of 4. നമ്മൾ mu ഡിഫൈൻ ചെയ്തിരിക്കുന്നത് mu I of x is equal to sigma of x if x element of Bi and equal to x if x not an element of Bi. അപ്പം നമ്മൾ അത് വെച്ചിട്ട് mu1 എഴുതുവാണ്. അപ്പം mu1 എഴുതുമ്പോൾ mu1 നമ്മൾ ഫസ്റ്റ് B1 വെച്ചിട്ടാണ് mu1 എഴുതേണ്ടത്. B1ലെ എലമെന്റ് നോക്കിയിട്ട് 1 നോക്കി, 1 ഈസ് ആൻ എലമെന്റ് ഓഫ് B1. അപ്പം നമുക്ക് സിഗ്മയിലുള്ള വാല്യൂ ആണ് 1ന് വേണ്ടത്. 1
ആദ്യം നമുക്ക് ഈ വാല്യൂസ് എല്ലാം എഴുതാം. 4, 5, 6, 7, 8. മ്യൂ 1ന് വേണ്ടത് ഇവിടുത്തെ വാല്യൂ, സിഗ്മയിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ഈസ് 5. 2വിലുള്ളത് 2 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് BI. സോ B1ൽ 2 ഇല്ല. സോ നമുക്ക് സെയിം വാല്യൂ ആണ് ഇവിടെ വേണ്ടത്. 3 B1ലുണ്ടോ എന്ന് നോക്കുക. 3 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് B1. അപ്പൊ നമുക്ക് 3 തന്നെ എടുത്തെഴുതുക. 4 എലമെന്റ് അല്ല, 5 ഉണ്ട്. 5ന് സിഗ്മയിലുള്ള വാല്യൂ 5 ഈസ് സിഗ്മ ഓഫ് 5 ഈസ് ഈക്വൽ ടു 8. 6 അതിലില്ല. സോ 6 തന്നെ. 7 അതിലുണ്ട്. 7 B1ലുണ്ട്. സോ 7 sigma of 7 is equal to 1. Now 8 is also in B1 and sigma of 8 is equal to 7. അപ്പോൾ ഇതാണ് mu1. ഇങ്ങനെയാണ് അതിലെ മ്യൂസ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഇനി then for any x element of BI mu a of x equal to sigma of x. ഇനി x element of BI ആണ്, sigma of x is also an element of BI. അപ്പോൾ നമുക്ക് കണ്ടു 1 എലമെന്റ് ആയിരുന്നതുകൊണ്ട് അതിന്റെ ഓപ്പറേഷൻ 1587 ഒരു BI ഉണ്ടെങ്കിൽ 5 എന്ന് പറഞ്ഞാണ് സിഗ്മ സ്ക്വയർ ഓഫ് 1, അതും അതിലുണ്ടായിരുന്നു. സോ mu I of sigma of x also an element of mu I of sigma of x is equal to sigma square is also an element of BI. Similarly, mu I of sigma square is equal to sigma cube of x, an element of BI, and so on. Hence, mu I has only one orbit containing more than one element. So, mi is a circle. So, since B1, B2, B3, etc. Br are disjoint, the cycles mu1, mu2, mu3, etc. Mur are disjoint. നമ്മളവിടെ കാണിച്ചായിരുന്നു B1, BI intersection BJ phi ആണ് കാണിച്ചായിരുന്നു. So, the cycles muj's are disjoint. Now, we have to show that this product of mu i's is equal to sigma. Now, for any x element of A, x element of BI for some I, by definition mu I of x is equal to sigma of x element of BI. So, mu I of sigma of x is equal to mu I of x and sigma of x also an element of BI. So mu I of sigma of x is equal to sigma of x, and mu j of x for all j not equal to I, if the value is, therefore the product is equal to mu1, mu2, etc. mu r of x is equal to sigma of x. Hence mu1, mu2, etc. mu r is equal to sigma. Now we have problems. First problem is find the order of the cycle 1, 4, 5, 7 in S8. നമ്മൾ ഓർഡർ എന്നുള്ള ഗ്രൂപ്പിൽ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദാറ്റ്സ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു ഇ. എയുടെ ഓർഡർ ആണെങ്കിൽ എ റേസ് ടു എൻ ഇ ആവുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഇൻറ്റിജർ, പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ നമ്മൾ ഇവിടെ സിഗ്മ 1, 4, 5, 7 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1ൻ്റെ അവിടെ ബാക്കിയുള്ള എലമെൻസിനൊക്കെ സെയിം. 1 goes to 4, 2ന് 2, 3, 3, 4 goes to 5. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 goes to 7, 6നൊന്നും പറഞ്ഞിട്ടില്ല. സോ സെയിം 6, 7 goes to 1 and 8 goes to 8. ഇനി സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു സിഗ്മ പ്രോഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് കോമ്പോസിഷൻ പോലെ ചെയ്യുക. ദിസ് ഈസ് സിഗ്മ 1, 2, 3, 4, 5, 6, 7, 8, 4, 2, 3, 5, 7, 6, 1, 8. Again one more sigma 1, 2, 3, 4, 5, 6, 7, 8, 4, 2, 3, 5, 7, 6, 1, 8. ഇനി പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി 1 goes to 4, 4 goes to 5, 2 goes to 2, 2 goes to 2, 3 goes to 3, 3 goes to നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലുള്ളത് വേണം ചെയ്യാനായിട്ട്. അടുത്തത് 4 goes to 5, ഇവിടെ 5 goes to 7, 5 goes to 7. അപ്പോൾ 4ന്റെ താഴെ 7. അടുത്തത് 5 goes to 7, 7 goes to 1. അപ്പോൾ 5യുടെ താഴെ 1. 6 goes to 6 തന്നെയാണ് രണ്ടിടത്തും. 7 goes to 1, 1 goes to 4 here. So 7 goes to 4. അങ്ങനെ പ്രോഡക്റ്റ് സിഗ്മ സ്ക്വയർ കാണുക. നൗ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് സിഗ്മ ക്യൂബ്. സിഗ്മ ക്യൂബ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഇൻറ്റു സിഗ്മ. അപ്പോൾ സിഗ്മ സ്ക്വയർ ഒന്ന് എഴുതുക.
1 2 3 4 5 6 7 8 5 2 3 7 6 7 1 6 4 8 പിന്നെ again into sigma നമുക്ക് പറയാം 1 2 3 4 5 6 7 8 4 2 3 5 7 6 1 8 പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ we have right side in 1 goes to 4 4 goes to 7 അപ്പോൾ 1 ന്റെ താഴെ 7 2 goes to 2 2 ൽ ചേഞ്ച് ഇല്ല 3 ക്ക് ചേഞ്ച് ഇല്ല 4 goes to 5 5 goes to 4 goes to 5 5 goes to 1 അപ്പോൾ 4 ന്റെ താഴെ 1 5 goes to 7 7 goes to 4 now 6 goes to 6 here also 6 goes to 6 so no change 7 goes to 1 and 1 goes to 5 so 7 goes to 5 8 goes to 8 and 8 goes to 8 so the value is same so this is sigma cube now we have to find sigma raised to 4 നമ്മൾ ഓരോ തവണയും ചെക്ക് ചെയ്യേണ്ടത് അത് ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ആയോ എന്നാണ് so sigma raised to 4 is sigma cube into sigma cube ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 1 2 3 4 5 6 7 8 7 2 3 1 4 6 5 8 into sigma 1 2 3 4 5 6 7 8 this value 4 2 3 4 5 7 6 1 8 so in the multiplication is 1 goes to number right side in 1 goes to 4 and 4 goes to 1 so the value is 1 2 goes to 2 2 goes to 2 same 3 goes to 3 3 goes to 3 same 4 goes to 5 5 goes to 4 so 4 ന്റെ അവിടെ 4 തന്നെ 5 goes to 7 7 goes to 5 so 5 ന്റെ അവിടെ 5 6 ന്റെ അവിടെ 6 തന്നെയാണ് 7 goes to 1 1 goes to 7 so 7 ന്റെ അവിടെ 7 8 goes to 8 അപ്പോൾ നമുക്ക് ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ സെയിം റോ രണ്ട് റോയും റിപ്പീറ്റ് ചെയ്തു വന്നത് നമ്മൾ we got the identity permutation so നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് 4 is the least positive integer such that sigma raised to 4 is equal to tau the identity permutation therefore 4 is the order of sigma equal to 1457 in S8. Next problem is find the order of sigma is equal to 45237 in S8. S8 എന്ന് പറഞ്ഞാൽ 8 elements ഉള്ള ഒരു നോൺ എംപ്റ്റി സെറ്റിന്റെ പെർമ്യൂട്ടേഷൻ സിഗ്മ തന്നിട്ടുണ്ട് 4 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4ഉം 5ഉം മാത്രം ഇവിടെ 4 goes to 5 5 goes to 4 ബാക്കിയുള്ള all elements are same 2 3 7 അപ്പോൾ 2 goes to 3 ഒരു സൈക്ലിക് ആയിട്ട് 2 goes to 3 ഇവിടെ 2 3 7 2 goes to 3 3 goes to 7 and 7 goes to 2 അപ്പോൾ 1 നൊക്കെ സെയിം വാല്യൂ 1 goes to 1 2 goes to 3 3 goes to 7 7 goes to 2 7 goes to 2 and 8 so നമ്മൾ ഇനി ചെയ്യുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 1 goes to 1 അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഇവിടെ നോക്കുക 1 goes to 1 2 goes to 3 3 goes to 3 അപ്പോൾ 2 ന്റെ താഴെ 3 3 goes to 7 7 goes to 7 അപ്പോൾ സെയിം വാല്യൂ 4 goes to 4 ഇവിടെ 4 goes to 5 അപ്പോൾ ഇവിടെ 4 ന്റെ താഴെ 5 5 goes to 5 ഇവിടെ 5 goes to 4 അപ്പോൾ ഇവിടെ 5 ന്റെ താഴെ 4 6 goes to 6 6 goes to അപ്പോൾ 6 ന്റെ താഴെ 6 7 goes to 2 2 goes to 2 അപ്പോൾ 7 ന്റെ താഴെ 2 8 goes to 8 ഇനി അപ്പോൾ നമുക്ക് സിഗ്മ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാനായതുകൊണ്ട് we have to find the n such that sigma raised to n is equal to tau. Now we have to find sigma square. Sigma square is equal to sigma into sigma 1 2 3 4 5 6 7 8 1 3 7 5 4 6 2 8 which is equal to 1 2 3 4 5 6 7 8 into 1 3 7 5 4 6 2 8 which is equal to 1 goes to 1 here 1 goes to 1 so 1 goes to 1 2 goes to 3 3 goes to 7 so 2 goes to 7 3 goes to 7 so here 7 goes to 2 8 so 3 goes to 2 now 4 goes to 5 5 goes to 4 4 to 4 5 goes to 4 ഇവിടെ 4 goes to 5 അപ്പോൾ 5 ന്റെ താഴെ 5 6 goes to 6 രണ്ടെടുത്ത് ആയതുകൊണ്ട് അത് തന്നെ എഴുതാം അതുപോലെ തന്നെ 8 goes to 8 രണ്ടെടുത്ത് എഴുതാം ഇവിടെ 7 goes to 2 2 goes to 3 ഇനി
we have to find sigma cube. Sigma cube is equal to sigma square into sigma. അപ്പോൾ നമുക്ക് കിട്ടിയ sigma square 1724563 സിഗ്മയിലുള്ളത് 13754 which is equal to റൈറ്റ് സൈഡിൽ നിന്ന് ചെയ്യുക 1 goes to 1, ഇവിടെ 1 goes to 1 ആണ്, ഇവിടെ 1 goes to 1, 2 goes to 3, 3 goes to 2, അപ്പോൾ 2 ന്റെ താഴെ 2, 3 goes to 7, 7 goes to 3, 4 goes to 5, 5 goes to 5, 5 goes to 4, 4 goes to 4, 6 goes to 6, 6, 7 goes to 2, 2 goes to 7, 8 goes to 8 രണ്ട് കേസിലും. ഇവിടെ 5 4 എന്നുള്ള വെച്ച് ബാക്കി എല്ലാ ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ പോലെയായി. പക്ഷെ എല്ലാ എലമെന്റ്സും ഫസ്റ്റ് റോ ആയിട്ട് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് സിഗ്മ റേസ് ടു 4. വീണ്ടും സിഗ്മ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വീണ്ടും എഴുതുക. ദിസ് ഈസ് സിഗ്മ ക്യൂബ്, ദിസ് ഈസ് സിഗ്മ 13754 Now 1 goes to 1, here 1 goes to 1, 2 goes to 3, 3 goes to 3, അപ്പോൾ 2 ന്റെ താഴെ 3, 3 goes to 7, 7 goes to 7, അപ്പോൾ 3 ന്റെ താഴെ 7, 4 goes to 5, 5 goes to 4, അപ്പോൾ 4 ന്റെ താഴെ 4, 5 goes to 4, 4 goes to 5, 5 ന്റെ താഴെ 5, 6 ന്റെ താഴെ 6, 7 goes to 2, 2 goes to 2, അപ്പോൾ 7 ന്റെ താഴെ 2. അപ്പോഴും ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ആയില്ല. വീണ്ടും നമ്മൾ സിഗ്മ റേസ് ടു 5 കാണുക. So this is sigma raised to 4 into sigma 13754 13754 So 1 goes to 1, here 1 goes to 1, 2 goes to 3, 3 goes to 7, അപ്പോൾ 2 ന്റെ താഴെ 7, 3 goes to 7, 7 goes to 2, അപ്പോൾ 3 ന്റെ താഴെ 2, 4 goes to 5, 5 goes to 5, അപ്പോൾ ഇവിടെ കിട്ടി 5 goes to 4, 4 goes to 4, 6 goes to 6, 6 goes to, അപ്പോൾ ഇവിടെയും കിട്ടി 7 goes to 3, 3 goes to 7, അപ്പോൾ 7 ന്റെ താഴെ 7 goes to 2, 2 goes to 3, അപ്പോൾ 7 ന്റെ താഴെ 3, 8 goes to 8, 8 goes to 8. അപ്പോൾ നമുക്ക് ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ആയില്ല. Again we multiply sigma. So this is sigma raised to 5 and this is sigma. So 1 goes to 1 into, here 1 goes to 1, so 1 goes to 1, 2 goes to 3, 3 goes to 2, so 2 ന്റെ താഴെ 2, 3 goes to 7, 7 goes to 3, so 3 ന്റെ താഴെ 3, 4 goes to 5, 5 goes to 4, so here 4 ന്റെ താഴെ 4, 5 goes to 4, 4 goes to 5, അപ്പോൾ 5 ന്റെ താഴെ 5, 6 goes to 6, 6 goes to, അപ്പോൾ 6 ന്റെ താഴെ 6, 7 goes to 2, 2 goes to 7. So this is 7. 8 goes to 8, which is the identity permutation. So since 6 is the least positive integer such that sigma raised to 6 equal to tau, the identity permutation 6 is the order of sigma is equal to 45237 in S8. ഇനി ഒരു പ്രോബ്ലം കൂടിയുണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക.